കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു വിത്ത് റെസ്പെക്ട് ടു ഡാറ്റ സയൻസ്. സോ ഡാറ്റ സയൻസ് മേഖലയിലെ കരിയർ, ജോബ്, അങ്ങനെ പല തലത്തിലുള്ള ഡിസ്കഷനുമാണ് ആ ഒരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തത്. തീർച്ചയായിട്ടും ആ ഒരു എപ്പിസോഡിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലോ കാർഡായോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ ഡാറ്റ സയൻസ്, ഡാറ്റ അനലിറ്റിക്സ്, ഡാറ്റ എൻജിനീയറിംഗ് അങ്ങനെ തുടങ്ങുന്ന ഡാറ്റ റിലേറ്റഡ് 7 to 8 കരിയർ ഫീൽഡ്സ് ആണ്. അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ നല്ല സ്കോപ്പും നല്ല ഡിമാൻഡും മാറി വരുന്ന സാഹചര്യത്തിൽ നല്ല രീതിയിലുള്ള ആപ്ലിക്കേഷനുമുള്ള ജോബ് മേഖലകളാണ് ആ ഒരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തത്. പക്ഷേ ആ എപ്പിസോഡിൻ്റെ താഴെ വന്നൊരു കമൻ്റാണ് വെരി ഇൻട്രസ്റ്റിംഗ്ലി, ഡാറ്റ എൻട്രി ജോബ് അത് AI വരുന്നതോടുകൂടി ഇറലവൻ്റ് ആകാൻ പോവുകയാണല്ലോ, അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്തു എന്ന ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാക്കിയത്, ഡാറ്റ എൻട്രിയിലും ഡാറ്റ സയൻസിലും രണ്ടിലും ഡാറ്റ ഉള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അതായത് ഡാറ്റ എൻട്രി ജോബും ഡാറ്റ സയൻസും രണ്ടും ഒരേ മേഖലയാണ് അല്ലെങ്കിൽ കണക്റ്റഡ് ആണ് എന്ന രീതിയിൽ. സോ ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. സോ ഇന്ന് നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ മനസ്സിലാക്കാനുള്ളത്, ഡാറ്റ എൻട്രി അതോടൊപ്പം ഡാറ്റ സയൻസ് ഇത് രണ്ടും ഒന്നാണോ, ഡിഫറെൻ്റ് ആണെങ്കിൽ എങ്ങനെയൊക്കെ ഡിഫറെൻ്റ് ആണ്, അതോടൊപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI ടൂൾസ് ഡാറ്റ എൻട്രി മേഖലയാണോ അല്ലെങ്കിൽ ഡാറ്റ സയൻസ് മേഖലയാണോ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഇത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. സോ നമുക്ക് ആദ്യമായിട്ട് തന്നെ ഡാറ്റ എൻട്രി എന്ത് എന്നും ഡാറ്റ സയൻസ് എന്ത് എന്നും മനസ്സിലാക്കാം. സോ ബൈ ഡെഫിനിഷൻ ഡാറ്റ എൻട്രി എന്നുള്ളത് ഡാറ്റയെ എൻ്റർ ചെയ്യുക, അതായത് ഇൻപുട്ടായി കൊടുക്കുക, അപ്ഡേറ്റ് ചെയ്യുക, അതോടൊപ്പം മെയിൻറ്റെയിൻ ചെയ്യുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഡാറ്റ എൻട്രി. സോ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. നേരെ മറിച്ച് ഡാറ്റ സയൻസിൻ്റെ കാര്യമാണെങ്കിൽ ഈ എൻ്റർ ചെയ്ത് കിട്ടുന്ന ഡാറ്റയെ തൊട്ടാണ് മുമ്പോട്ട് പോകുന്നത്. അതായത് അനാലിസിസ്, പ്രോസസ്സിങ്, ഇൻ്റർപ്രിറ്റേഷൻ, അതോടൊപ്പം അതിൽ നിന്ന് ഗ്രാഫ്സും ബാക്കി കാര്യങ്ങളും ഇൻസൈറ്റ്സും ഒക്കെ എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. സോ ഹൈ ലെവൽ കാര്യങ്ങളാണ്. സോ ഡാറ്റ എൻട്രി എന്നുള്ളത് ബേസിക്കാണ്, ജസ്റ്റ് ഇൻപുട്ട് മാത്രമാണ്. പക്ഷേ ഡാറ്റ സയൻസ് എന്നുള്ളത് ആ ഇൻപുട്ട് ഡാറ്റ കിട്ടിയതിന് ശേഷമാണ് കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തത് സ്കിൽ ലെവലാണ്. സോ ഡാറ്റ എൻട്രി ജോബിലേക്ക് കിടക്കുന്ന ഒരാളുടെ സ്കിൽ ലെവൽ ഏത് തരത്തിലായിരിക്കണം? തീർച്ചയായിട്ടും വളരെ ബേസിക് ആയിട്ടുള്ള അറിവുള്ള എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഡാറ്റ എൻട്രി എന്നുള്ളത്. നേരെ മറിച്ച് ഡാറ്റ സയൻസ് എന്നുള്ളത് വളരെ അഡ്വാൻസ്ഡ് ആയ ലെവലാണ്. സോ അതിനുവേണ്ടി പ്രത്യേക സ്കില്ലും ട്രെയിനിങ്ങും ഒക്കെ തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. ഈവൻ സർട്ടിഫിക്കേഷൻസ് വരെ പല എംപ്ലോയേഴ്സും കമ്പനീസും ചോദിക്കുന്നുമുണ്ട്. ഇനി സ്കിൽസ് എന്തൊക്കെയാണ് ഡാറ്റ എൻട്രിയിൽ പൊതുവെ അളക്കുന്നത്? ടൈപ്പിംഗ് സ്പീഡ്, അക്യുറസി, അതോടൊപ്പം അറ്റൻഷൻ ടു ഡീറ്റെയിൽ, അതായത് ഇൻപുട്ട് ഡാറ്റ കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു എന്നുള്ളതിനാണ് കൂടുതൽ മുൻതൂക്കം നൽകുന്നതെങ്കിൽ ഡാറ്റ സയൻസിൻ്റെ കാര്യത്തിൽ പ്രോഗ്രാമിംഗ്, കോഡിംഗ് പോലുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ഹൈലൈറ്റ് നൽകപ്പെടുന്നു. പൈത്തൺ, R പോലെ സ്റ്റാറ്റിസ്റ്റിക്സ്, മെഷീൻ ലേണിംഗ്, ഡാറ്റ വിഷ്വലൈസേഷൻ പോലെയുള്ള ഹൈ ലെവൽ സ്റ്റഫാണ് അവിടെ ഡീൽ ചെയ്യുന്നത്. ഇനി ജോബ് റോൾസ് നോക്കുകയാണെങ്കിൽ ഡാറ്റ എൻട്രിയുടെ കാര്യത്തിൽ മാനുവൽ ഡാറ്റ ഇൻപുട്ട്, വെരിഫൈയിങ് ഡാറ്റ ആക്യുറസി പോലുള്ള കാര്യങ്ങൾക്കാണ് പ്രൊഫഷണൽസിനെ റിക്രൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഡാറ്റ സയൻസിൻ്റെ കാര്യത്തിലോ അനലൈസിങ് ട്രെൻഡ്, ബിൽഡിംഗ് മോഡൽസ്, മേക്കിംഗ് ഡാറ്റ ഡ്രിവൺ ഡിസിഷൻസ്, അതായത് ഒരു ഡാറ്റ കിട്ടിയാൽ അതിന് ആവശ്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി അതിൽ നിന്ന് ട്രെൻഡ് അറിഞ്ഞിരിക്കുക, മോഡൽസ് ബിൽഡ് ചെയ്യുക, ഡാറ്റയിൽ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻ വെച്ച് ഒരു തീരുമാനമെടുക്കാൻ കേപ്പബിൾ ആയിരിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ പ്രാപ്തരായ ആൾക്കാരെയാണ്, പ്രൊഫഷണൽസിനെയാണ് അവിടെ റിക്രൂട്ട് ചെയ്യുന്നത്. ഇനി ടൂൾസ് ഏതൊക്കെയാണ് ഡാറ്റ എൻട്രിയിൽ ഉപയോഗിക്കുന്നത്? വളരെ ബേസിക് ആയിട്ടുള്ള MS Excel, ഗൂഗിൾ ഷീറ്റ്, അതോടൊപ്പം ഡാറ്റാബേസ് സോഫ്റ്റ്വെയർസ് ഒക്കെയാണ് ഡാറ്റ എൻട്രിയിൽ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഡാറ്റ സയൻസിൻ്റെ ഭാഗത്ത് കാണാൻ പറ്റുന്നത് പൈത്തൺ, R, SQL, ടെൻസർഫ്ലോ, പവർ BI, ടാബ്ലോ പോലുള്ള വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയ ടൂൾസാണ്, ടെക്നോളജി പ്രൊഡക്ട്സാണ്.
ഇനി ഓട്ടോമേഷൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയാണ് ഈ രണ്ട് മേഖലയിലും വരുന്നത്? ആദ്യമായി നമുക്ക് ഡാറ്റ എൻട്രിയുടെ കാര്യത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് വളരെ ഓട്ടോമേറ്റബിൾ ആണ് എന്നുള്ളതാണ്. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും OCR ടെക്നോളജിയും വെച്ച് ഈ കംപ്ലീറ്റ് മേഖലയെ റീപ്ലേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ഒരു ഡാറ്റ എൻട്രി ജോബ് ചെയ്യുന്ന ഒരാളെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും OCR ടെക്നോളജിയും ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ആ ഒരു ജോബ് നൽകുന്ന ആ ഒരു കാര്യം തന്നെ ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ ഒരാളുടെ ആവശ്യമേ ഇല്ല എന്നുള്ളതാണ്. നേരെ മറിച്ച് ഡാറ്റ സയൻസിൻ്റെ കാര്യമാണെങ്കിൽ ഇവിടെ ഈവൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും വരുന്നുണ്ട്, OCR ടെക്നോളജി, അങ്ങനെ റിലേറ്റഡായ പല കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ പോലും ഈ മോഡൽസ് ബിൽഡ് ചെയ്തു, അതോടൊപ്പം പാറ്റേൺസ് ഫോം ചെയ്തു എങ്കിലും ഹ്യൂമൻ ഇൻ്റർവെൻഷൻ, അതായത് ഇതിൻ്റെ മുകളിൽ ഒരു തീരുമാനമെടുക്കാൻ മനുഷ്യൻ്റെ കൈകടത്തലുകളും ബുദ്ധിയും ഒക്കെ തീർച്ചയായിട്ടും ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഡിസിഷൻ മേക്കിംഗ് ആണ് തീർച്ചയായിട്ടും ഹ്യൂമൻ ക്യാപ്പബിലിറ്റിയിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ടത്. സോ ഈവൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി പല രീതിയിലുള്ള മോഡൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിൻ്റെ ചെറി പിക്കിംഗ് അല്ലെങ്കിൽ അതിൽ നിന്ന് ബെറ്റർ ഏതാണ്, ബെസ്റ്റ് ഏതാണ് എന്ന് പിക്ക് ചെയ്യേണ്ടത്, ഏത് സെലക്ട് ചെയ്താൽ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നൊക്കെ രീതിയിലുള്ള ഹൈ ലെവൽ തിങ്കിങ് വരുന്നത് ഹ്യൂമൻ ബ്രെയിൻ, നാച്ചുറൽ ബ്രെയിൻ ഉപയോഗിച്ചിട്ടാണ്. സോ വി നീഡ് ഹ്യൂമൻ ബീങ് ദെയർ. അവിടെ നമുക്ക് കംപ്ലീറ്റ്ലി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. മറിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാൻ അസിസ്റ്റ്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നത് മാത്രമേ ഉള്ളൂ. കാരിയർ ഗ്രോത്തിൻ്റെ കാര്യമാണെങ്കിൽ ഡാറ്റ എൻട്രിയുടെ കാര്യത്തിൽ ലിമിറ്റഡ് ഗ്രോത്ത് ആണ്. ബേസിക് ലെവലായിട്ടുള്ള എൻട്രി ലെവൽ ജോബ്സിലേക്കാണ് റിക്രൂട്ട് ചെയ്യപ്പെടുന്നത്. ഡാറ്റ സയൻസിൻ്റെ കാര്യമാണെങ്കിൽ ഹൈ ഗ്രോത്ത്, അതോടൊപ്പം ഡൈവേഴ്സ്, അതായത് ഡിഫറെൻറ്റ് കരിയർ പാത്തിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതകൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, അതോടൊപ്പം ബിഗ് ഡാറ്റ പോലുള്ള വളരെ കൂടുതൽ ഇവോൾവ് ചെയ്യുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ഫോക്കസ് ചെയ്യപ്പെടുന്ന മേഖലകളൊക്കെ നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ കരിയർ ഗ്രോത്ത് എന്നുള്ളത് അനന്തമാണ് തീർച്ചയായിട്ടും ഡാറ്റ സയൻസുമായി ബന്ധപ്പെട്ട്. നേരെ മറിച്ച് ഡാറ്റ എൻട്രിയുടെ കാര്യത്തിൽ വളരെ ലിമിറ്റഡ് ഗ്രോത്തേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ഇനി സാലറി പൊട്ടൻഷ്യൽ, സാലറിയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ വളരെ ലോ ടു മോഡറേറ്റ് സാലറി മാത്രമേ നിങ്ങൾക്ക് ഡാറ്റ എൻട്രി ലഭിക്കുകയുള്ളൂ. പക്ഷേ ഡാറ്റ സയൻസിൻ്റെ കാര്യം അങ്ങനെയല്ല. ഹൈലി സ്കിൽഡ്, ഹൈലി എഡ്യൂക്കേറ്റഡ് പ്രൊഫഷണൽസാണ് അവിടെ റിക്രൂട്ട് ചെയ്യപ്പെടുന്നത്. അതോടൊപ്പം സാലറിയും വളരെ കൂടുതലാണ് അവിടെ ലഭിക്കുന്നത്. ഏതൊക്കെ ഇൻഡസ്ട്രീസിലാണ് ഡാറ്റ എൻട്രി ജോബുകൾ വരുന്നത്? അഡ്മിനിസ്ട്രേഷൻ, ഹെൽത്ത് കെയർ, അതോടൊപ്പം റീറ്റെയിൽ സെക്ടറുകളിലാണ് ഡാറ്റ എൻട്രി ജോബ് കാണാൻ പറ്റുകയാണെങ്കിൽ ഫിനാൻസ്, ടെക്നോളജി, ഇ കോമേഴ്സ്, ഹെൽത്ത് കെയർ, റിസർച്ച് പോലുള്ള ഹൈ ലെവൽ കരിയർ ഇൻഡസ്ട്രീസിലാണ് നമുക്ക് തീർച്ചയായിട്ടും ഡാറ്റ സയൻസ്, ഡാറ്റ അനലിറ്റിക്സ്, ഡാറ്റ എഞ്ചിനീയറിംഗ് പോലെയുള്ള മേഖലകൾ കണ്ടെത്താൻ പറ്റുന്നത്. ഇനി ഫ്യൂച്ചർ ഔട്ട്ലുക്ക് നോക്കുകയാണെങ്കിൽ ഡാറ്റ എൻട്രി ജോബുകൾ ഈസ് ഓൺ ഡിക്ലൈൻ. ജോബുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ജോലി ചെയ്ത ആൾക്കാർ, അതായത് ഡാറ്റ എൻട്രി ജോബ് ചെയ്യുന്ന ആൾക്കാരുടെ ജോലിയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സോ അങ്ങനെയുള്ള ജോലികൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നേരെ മറിച്ച് ഡാറ്റ സയൻസുമായി ബന്ധപ്പെട്ട് ഡിമാൻഡ് കൂടുകയാണ്. അതോടൊപ്പം ഡാറ്റ ഡ്രിവൺ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ആവശ്യകത കൂടുന്നതിനനുസരിച്ച് അവിടെയും ഹൈലി എക്സ്പെർട്ടീസ് നേടിയ, എക്സ്പീരിയൻസ് ഉള്ള, കഴിവുള്ള, സ്കിൽഡായിട്ടുള്ള പ്രൊഫഷണൽസിന് കൂടുതൽ ഓപ്പർച്യൂണിറ്റിയും സാധ്യതകളും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഫ്യൂച്ചർ ഔട്ട്ലുക്ക് ഈസ് വെരി വെരി ബ്രൈറ്റ് ഫോർ ഡാറ്റ സയൻസ്. നമുക്ക് മനസ്സിലാക്കാനുള്ളത് നമ്മുടെ ഡിസ്കഷൻ്റെ നെക്സ്റ്റ്, അതായത് ഫൈനൽ പാർട്ടാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഏത് മേഖലയാണ് പാടെ ഇല്ലാതാക്കാൻ പോകുന്നത്? ഡാറ്റ എൻട്രിയാണോ, അല്ലെങ്കിൽ ഡാറ്റ സയൻസിനെയാണോ? അല്ലെങ്കിൽ എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈ രണ്ട് മേഖലയെയും സ്വാധീനിക്കാൻ പോകുന്നത്? സോ ആദ്യമായിട്ട് നമുക്ക് ഡാറ്റ എൻട്രിയുടെ കാര്യം നോക്കാം. ഇത് തീർച്ചയായിട്ടും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന ടെക്നോളജി വരുന്നതോടുകൂടി ഡാറ്റ എൻട്രി ജോബ്സ് കംപ്ലീറ്റ്ലി ഒഴിവാകാൻ പോകുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? കാരണം ഡാറ്റ എൻട്രി എന്നുള്ളത് വളരെ റിപ്പീറ്റേറ്റീവായ, ബേസിക്കായ, റൂൾ ബേസ്ഡ് ആയിട്ടുള്ള, അതായത് നിങ്ങൾക്കൊരു റൂൾ സെറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കമ്പ്യൂട്ടർ ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകളും അവിടെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അതോടൊപ്പം ഹ്യൂമൻ എറേഴ്സ്, റിപ്പീറ്റേറ്റീവ് ടാസ്കുകൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഓട്ടോമേഷൻ ടെക്നോളജിയും ഒക്കെ ഉപയോഗിച്ച്
ഇല്ലാതാക്കി മാറ്റാം, അതായത് ഓൾമോസ്റ്റ് 0% എറർ എന്ന ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. സോ ഡാറ്റ എൻട്രി ജോബ്സ് തീർച്ചയായിട്ടും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇല്ലാതാക്കാൻ പോകുന്നു. ഇനി നമുക്ക് ഡാറ്റ സയൻസിൻ്റെ കാര്യത്തിൽ നോക്കാം. തീർച്ചയായിട്ടും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും റിലേറ്റഡ് ടെക്നോളജിയും ഈ മേഖലയിലേക്കും വരുന്നുണ്ട്. പക്ഷേ അത് ഡാറ്റ സയൻറ്റിസ്റ്റുകൾ അല്ലെങ്കിൽ ഡാറ്റ എൻജിനീയേഴ്സ് അല്ലെങ്കിൽ ഡാറ്റ ടെക്നോളജിസ്റ്റുകളുടെ ജോബ് ഇല്ലാതാക്കുന്നില്ല, മറിച്ച് അവർക്ക് അസിസ്റ്റ് നൽകുന്നു എന്നുള്ളതാണ്. അതായത് അവരെ സഹായിക്കുന്നു അവരുടെ ജോബ് കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ പ്രൊഫഷണൽസ്, അതായത് ഡാറ്റ സയൻസ് റിലേറ്റഡ് പ്രൊഫഷണൽസ്, ദേ ഹാവ് ടു അപ്സ്കിൽ. തീർച്ചയായിട്ടും അവർ ഡാറ്റ സയൻസ് റിലേറ്റഡ് കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾസും എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒന്നിച്ച് എങ്ങനെ കൊണ്ടുപോകാം, എങ്ങനെ കൊളാബറേറ്റ് ചെയ്യാം എന്ന കാര്യങ്ങൾ പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വിൽ ഗീവ്, നേരത്തെ പറഞ്ഞ പോലെ, ആൾട്ടർനേറ്റ് മോഡൽസും ആൾട്ടർനേറ്റ് സിസ്റ്റംസും ആൾട്ടർനേറ്റ് സെനാരിയോസും ഒക്കെ നിങ്ങളുടെ മുൻപിൽ ഇട്ടുതരും. പക്ഷേ അതിൽ നിന്ന് ബെറ്റർ അല്ലെങ്കിൽ ബെസ്റ്റ് പിക്ക് ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും അതൊരു ഹ്യൂമൻ, അതായത് ഒരു മനുഷ്യൻ്റെ റോളാണ്. സോ അവിടെ തീർച്ചയായിട്ടും ഡാറ്റ സയൻസ് പ്രൊഫഷണൽസിൻ്റെ ആവശ്യം വരുന്നുണ്ട്. സോ ഫ്രണ്ട്സ്, ഇതാണ് നമുക്ക് ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. തീർച്ചയായിട്ടും ഡാറ്റ എൻട്രി ജോബും ഡാറ്റ സയൻസും രണ്ടും ഡിഫറെൻ്റ് ആണ്. പക്ഷേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രണ്ട് മേഖലയിലും കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നു. അത് എങ്ങനെ കൊണ്ടുവരുന്നു എന്നുള്ളതും ഏതൊക്കെ രീതിയിലാണ് അത് നിങ്ങളുടെ ജോബിനെ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നും ഈ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തു. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ കമൻസും നിങ്ങളുടെ തോട്ട്സും ഒപ്പീനിയൻസും മെൻഷൻ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.